കട്ടപ്പന വെള്ളിയാങ്കുടി കൊങ്ങിണിപ്പടവിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന് വീണ്ടും ഫണ്ട് അനുവദിച്ച് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. നൈനാൻമുക്ക് ലക്ഷം വീട് കോളനി റോഡിലാണ് 20 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് കാട്ടി മന്ത്രി റോഷി അഗസ്റ്റിന്റെ പേരിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഇലക്ഷൻ മുൻനിർത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷം കൊങ്ങിണിപ്പടവ് നൈനാൻമുക്ക് ലക്ഷം വീട് കോളനി റോഡിന് കട്ടപ്പന നഗരസഭ 5 ലക്ഷം രൂപ മുടക്കി നവീകരണം നടത്തിയതാണ്. നിലവിൽ ഈ റോഡിന് യാതൊരുവിധ അറ്റകുറ്റപ്പണിയും ആവശ്യമായി വരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ റോഡിന്റെ നവീകരണത്തിനായി 20 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് കാട്ടി മന്ത്രി റോഷി അഗസ്റ്റിന്റെ പേരിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിലാണ് പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നിരിക്കുന്നത്. യാതൊരുവിധ തകർച്ചയും ഇല്ലാത്ത റോഡിന് വീണ്ടും ഫണ്ട് അനുവദിച്ചു എന്ന് കാട്ടി ബോർഡ് സ്ഥാപിച്ചതിൽ ഇലക്ഷനെ മുൻനിർത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് കട്ടപ്പന നഗരസഭാ കൌൺസിലർ ബീന സിംബി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം പഴയ 5-ാം വാർഡാണ് ഈ നൈനാരിമുക്ക് ലക്ഷം വീട് റോഡെല്ലാം ഉൾപ്പെടുന്ന ഭാഗം. അവിടെ കുടിവെള്ളമായിട്ടും റോഡിന്റെ ആയിട്ടാണെങ്കിലും വികസനങ്ങൾ പൂർത്തീകരിച്ചതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ 20 ലക്ഷം രൂപ നൈനാരിമുക്ക് ലക്ഷം വീട് റോഡിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. അത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച സംഭവത്തിൽ കാണും. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. നിലവിൽ 20 ലക്ഷം രൂപയുടെ യാതൊരുവിധ പണികളും ഈ റോഡിനായി നിലവിലില്ല. ഇനി വേണ്ടത് ഐറിഷ് ഓട നിർമ്മാണവും ചെറിയ ഒരു ഭാഗത്ത് അറ്റകുറ്റപ്പണിയും മാത്രമാണ്. ഇതിനായി 20 ലക്ഷം രൂപയുടെ ആവശ്യമില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. മുനിസിപ്പാലിറ്റി അനുവദിച്ച പൈസ കൊണ്ട് കൃത്യമായിട്ട് പണി തീർത്തിട്ടുണ്ട്, സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ റോഡിന് ഇനി ഈ പൈസയുടെ ആവശ്യമില്ല. പിന്നെ അഥവാ വേണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വെച്ച് നടക്കുകയാണെങ്കിൽ വളരെ വീതിയേറി നടത്തണമെന്ന് വെച്ചാലുള്ള സാഹചര്യം, വീതി എടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇത്. അത് ഇലക്ഷൻ മുന്നേ കണ്ടുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് എന്റെ അഭിപ്രായം. ഇതിലും തകർന്ന റോഡുകൾ മറ്റു മേഖലകളിൽ ഉള്ളപ്പോൾ ഇലക്ഷൻ മുൻനിർത്തി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.